ഹായ് ഗൈസ്, ഞാനിപ്പം US-ലെ ടെക്സസ് സ്റ്റേറ്റിലെ ഓസ്റ്റിൻ എന്ന സിറ്റിയിലാണ്. ഈ കൊറോണ പേടിയൊക്കെ കാരണം ഫുൾ വർക്ക് ഫ്രം ഹോം തന്നു ഈ മാസം മൊത്തം. പിന്നെ ഒരു 10 ദിവസമുണ്ട്, അതുകൊണ്ട് വീട്ടിൽ പോകാമെന്ന് വെച്ചു. സ്ഥിരം പോകുന്ന റൂട്ട് മാറ്റി പിടിച്ചു, ഓസ്റ്റിൻ വഴി പോകാമെന്ന് വെച്ചു. അങ്ങനെ ഇപ്പോൾ ഓസ്റ്റിനിലെത്തിയിരിക്കുകയാണ്. ടെക്സസിലെ സ്റ്റേറ്റ് ഗവൺമെൻറ് കൂടുന്ന സ്ഥലമാണ് ക്യാപിറ്റൽ ഹൗസ്. ക്യാപിറ്റൽ ഹൗസ് വിസിറ്റ് ചെയ്യാൻ പോവാം. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താ അഹങ്കാരം കാണിക്കുന്നത്, കൊറോണയൊക്കെ ആയിട്ട് യാത്ര ഒഴിവാക്കേണ്ടതൊക്കെ. അതറിയാം, ഭയങ്കര കെയർഫുള്ളാണ്. സ്വന്തം വണ്ടിയിലാണ് യാത്ര, പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നില്ല, അധികം ക്രൗഡുള്ള പ്ലേസിൽ പോകുന്നില്ല, വണ്ടിയിൽ ഹാൻഡ് സാനിറ്റൈസർ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ടെക്സസ് ഗവൺമെൻറ് നമ്മുടെ മന്ത്രിസഭ കൂടുന്ന പോലെ കൂടുന്ന ബിൽഡിങ്ങാണിത്. ടെക്സസ് ഗവർണറിൻ്റെ ഓഫീസ് ഈ ബിൽഡിങ്ങിലാണ്. 1888 ഈ ബിൽഡിങ് തീർത്തത്. 1993 കുറേ വർക്കൊക്കെ ചെയ്ത് കംപ്ലീറ്റായി. ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ കിട്ടാൻ വേണ്ടി ഇങ്ങനെ പുറമോട്ട് വന്നതായ. വിസിറ്റേഴ്സിന് ഫ്രീ എൻട്രി ആണ്. എല്ലാ 45 മിനിറ്റ്സോ 30 മിനിറ്റ്സിലും കണ്ടൊരു ഫ്രീ ടൂറൊക്കെ ഉണ്ടെന്നാണ് കേട്ടെ. പോയി നോക്കാം. ടൂറുണ്ട്. 12:15 സ്റ്റാർട്ടാവും. Day after the Battle of San Jacinto. That's the most important battle that happened here in Texas. നമ്മുടെ ലോക്സഭ രാജ്യസഭ ഉള്ള പോലെ 2 ബോഡീസാണല്ലോ റൂളൊക്കെ പാസ് ചെയ്യാൻ. ഇവിടെ 2 ബോഡീസാണ്, സെനറ്റ് ചേംബറും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്. രണ്ട് സൈഡിലുണ്ട്. അവർ ഇതുപോലെ ബില്ലൊക്കെ പാസ്സാകുമ്പോൾ ആദ്യം സെനറ്റിൽ ഡിസ്കസ് ചെയ്യും, പിന്നെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലോട്ട് വിടും. അങ്ങനെയാണ് ബില്ലുകൾ പാസ്സാകുന്നത് ഇവിടെ. ടൂർ കഴിഞ്ഞ് ഒരു 20-25 മിനിറ്റ് ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഇതാണ് റിപ്പബ്ലിക് ഓഫ് ടെക്സസിൻ്റെ ഒരു എംബ്ലം പോലെ പ്രത്യേക സാധനം. ടെക്സസ് റിപ്പബ്ലിക് ആവുന്നതിന് മുന്നേ ഭരിച്ചിരുന്ന ഡിഫറെൻറ്റ് നേഷൻസാണ്
ഈ ടെക്സസ് ഭരിച്ചിരുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു ട്രീറ്റി സൈൻ ചെയ്താണ് ടെക്സസ് റിപ്പബ്ലിക് ആയത്. ഫ്രാൻസ് ഉണ്ട്, സ്പെയിനുണ്ട്, മെക്സിക്കോ ഉണ്ട്, പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ തന്നെ രണ്ട് രാജ്യങ്ങളുണ്ടായിരുന്നു തോന്നുന്നു. അതിൻ്റെ ഹിസ്റ്ററി പഠിക്കണം. ഈ ചുറ്റും കാണുന്നതൊക്കെ ഗവർണേഴ്സിൻ്റെ ഫോട്ടോയാണ്. ഇത്രയും വർഷം ഇവിടെ സെർവ് ചെയ്ത ഗവർണേഴ്സിൻ്റെ ഫോട്ടോസാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. അതാ ഫസ്റ്റ് അവിടെ എൻട്രിയിൽ നിന്ന് കയറി വരുമ്പം റൈറ്റ് സൈഡിൽ ലൈറ്റ് കാണുന്ന ആളാണ് ലാസ്റ്റ് ഗവർണർ. ഇപ്പോഴത്തെ ഗവർണറിൻ്റെ സ്ഥാനം ഒഴിയുമ്പം പുള്ളിയുടെ ഫോട്ടോ ഒരു പ്ലേസ് ഷിഫ്റ്റ് ആവും. അങ്ങനെ എല്ലാവരുടെയും ഫോട്ടോ ഷിഫ്റ്റായി മേളിലോട്ട് ഇറങ്ങി എല്ലാവരുടെയും ഫോട്ടോ ഷിഫ്റ്റായി ഇതായി. ഇപ്പം അതാണെന്ന് തോന്നുന്നു ഏറ്റവും ഫസ്റ്റ് ഫോട്ടോ. ഇങ്ങനെ മാറി പോകും. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇനി അടുത്ത ഫോട്ടോയ്ക്ക്. 4ാം നിലയിലെത്തി. ഇനി മേലോട്ട് സ്റ്റെപ്പൊന്നുമില്ല. ഇന്നത്തെ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. മൗണ്ട് ബൊണേൽ. സ്റ്റേറ്റ് ക്യാപിറ്റൽ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് ഒരു 15-20 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. നല്ല ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പാർക്കിങ്ങും ഇഷ്ടംപോലെ ഉണ്ട്. ഫ്രീ ആണ്. അങ്ങ് മേളിൽ വരെയും സ്റ്റെപ്പ് ഉണ്ടെന്നാണ് ഗൂഗിൾ പറഞ്ഞത്. വെറും 100 സ്റ്റെപ്പേ ഉള്ളൂ. അങ്ങനെ ഒന്നുമില്ല. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ താഴത്തെ എൻട്രി കാണാം. മേളിലെത്തി. കൊളറാഡോ റിവർ. ഈ വ്യൂ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. വ്യൂ അടിപൊളി. റിവറിൻ്റെ സൈഡിലുള്ള വീടൊക്കെ അതിലും വമ്പൻ. എല്ലാം മില്യണേഴ്സാണെന്ന് തോന്നുന്നു. സ്വന്തമായിട്ട് ബോട്ട്, ഫ്രണ്ടിൽ സ്വിമ്മിംഗ് പൂൾ. ഈ ഒരു ടോപ്പ് പോയിൻ്റിൻ്റെ 2 സൈഡിലോട്ടും ചെറിയൊരു വാക്കിംഗ് ട്രെയിലുണ്ട്. ലെഫ്റ്റ് സൈഡിലോട്ട് പോയാൽ സിറ്റി കാണാം. റൈറ്റ് സൈഡിലോട്ട് പോയാൽ എന്താ കാണാൻ നോക്കട്ടെ. ഇടയ്ക്കത്തെ ഒരു ഊടുവഴി കൂടെ
ക്ലിഫിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ട്. വ്യൂ ഭീകരം, ഭയങ്കര റിസ്കി റോഡാണ്. താഴോട്ട് വീണ മില്യണയറുടെ വീടിനകത്ത് കിട്ടാം. റൈറ്റ് സൈഡിലോട്ട് കുറച്ച് നല്ലപോലെ നടക്കാനുണ്ട്, പക്ഷേ വ്യൂ സൂപ്പർ. താഴോട്ടാണ്, എൻട്രി അവിടെ എത്തുമെന്ന് വിചാരിക്കുന്നു. പോയി നോക്കാം. Yes. ഓസ്റ്റിനിലെ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞു. ബാക്ക് ടു ഹ്യൂസ്റ്റൺ.